അപ്പോൾ എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുമല്ലേ. ഞങ്ങൾ ചോറ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാവേ. നെയ്യ് ഇട്ട് കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കാവേ. പിന്നെ ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങോട്ടങ്ങ് മിക്സ് ചെയ്ത് വാട്ടി അങ്ങ് എടുക്കാവേ. എന്നിട്ട് നമുക്ക് ബീൻസ് ഞങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്ത് വാട്ടിയെടുക്കാവേ. ഇനി ക്യാരറ്റ് കുനുകുന അരിഞ്ഞത് ഇട്ട് വാട്ടിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് മുട്ടയും 2 കൂടെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ടങ്ങ് നല്ല അടിപൊളിയായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും സോയാ സോസും ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വാടി വയ്ക്കുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാ ചോറും നമ്മളിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞങ്ങൾ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കറിയുണ്ടോ? ഞങ്ങളിവിടെ കോളിഫ്ലവർ കറിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. കോളിഫ്ലവർ കറിയുടെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പോയി കാണുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.